ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ എന്ന ആത്മീയ ധ്യാന യാത്രയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു പുതിയ പ്രഭാതം നമുക്ക് സമ്മാനിച്ച നമ്മുടെ കർത്താവായ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. നമ്മുടെ ഓരോ നിമിഷങ്ങളും അവിടുത്തെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് വിശ്വസിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. സ്നേഹവും കരുണയും നിറഞ്ഞവനുമായ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ വിശുദ്ധ സന്നിധിയിലേക്ക് ഞങ്ങൾ താഴ്മയോട് കടന്നു വരുന്നു. ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന ഈ തിരുവചനം ഞങ്ങളുടെ മനസ്സുകളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങയുടെ ഹൃദയത്തിൽ വിലപ്പെട്ടവരായി ഞങ്ങളെ സ്നേഹിക്കുന്ന അങ്ങയുടെ മഹത്തായ ആ കരുണ തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായന, അനുദിന പ്രഭാത തിരുവചന ധ്യാനം പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗമാണ്. പൊന്നുകൊണ്ട് തടങ്ങൾ ഉണ്ടാക്കണം, തങ്കം കൊണ്ട് ചരടുപോലെ മുറിച്ച് കൊത്തുപണിയായി 2 സരപ്പളിയും ഉണ്ടാക്കണം. മുറിച്ച കൊത്തുപണിയായ സരപ്പളി തടങ്ങളിൽ ചേർക്കണം. ന്യായവിധി പതക്കം ചിത്രപ്പണിയായി ഉണ്ടാക്കണം. അത് ഏഫോദിന്റെ പണിക്കൊത്തതായി പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ഉണ്ടാക്കണം. അത് സമചതുരവും ഇരട്ടയും 1 ചാൻ നീളമുള്ളതും 1 ചാൻ വീതിയുള്ളതുമായിരിക്കണം. അതിൽ കൽപ്പതിപ്പായി 4 നിര കല്ലു പതിക്കണം. താമ്രമണി, പീതരത്നം, മരതകം എന്നിവ 1-ാമത്തെ നിര. 2-ാമത്തെ നിര മാണിക്യം, നീലക്കല്ല്, വജ്രം. 3-ാമത്തെ നിര പത്മരാഗം, വൈഢൂര്യം, സുഗന്ധിക്കല്ല്. 4-ാമത്തെ നിര പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം. അവ അതാതു തടത്തിൽ പൊന്നിൽ പതിച്ചിരിക്കണം. ഈ കല്ല് ഇസ്രായേൽ മക്കളുടെ പേരോടുകൂടെ അവരുടെ പേര് പോലെ 12 ആയിരിക്കണം. 12 ഗോത്രങ്ങളിൽ ഓരോന്നിൻ്റെ പേര് അവയിൽ മുദ്രക്കൊത്തായി കൊത്തിയിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ വചനഭാഗത്തിൽ നാം കാണുന്നത് പുരോഹിതന്റെ വിധി നിർണയ കവചത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ചാണ്. സ്വർണം കൊണ്ടുള്ള ചട്ടക്കൂടിലും 4 വരികളായി പതിച്ച 12 വിലയേറിയ രത്നങ്ങളിലുമാണ് ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളുടെ പേരുകൾ കൊത്തിവെച്ചിരിക്കുന്നത്. മഹാപുരോഹിതൻ ദൈവസന്നിധിയിൽ പ്രവേശിക്കുമ്പോൾ ആ നാമങ്ങളെ തൻ്റെ ഹൃദയത്തിന്മേൽ വഹിക്കേണ്ടതായിരിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ ജനത്തോടുള്ള ആഴമായ ഒരു സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ജീവിതത്തിലും ഈ സന്ദേശം വളരെ ആശ്വാസം നൽകുന്നതാണ്. ലോകം നമ്മെ മറന്നുപോയാലും ദൈവം നമ്മെ ഒരിക്കലും മറക്കുകയില്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു തിരുവചന ഭാഗമാണിത്. നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ കണ്ണുനീരും നമ്മുടെ പോരാട്ടങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ പ്രത്യാശകളും അവിടുത്തെ ഹൃദയത്തിൽ വിലപ്പെട്ടതാണ്. യേശുക്രിസ്തു നമ്മുടെ നിത്യ മഹാപുരോഹിതനാണ്. അവിടുന്ന് നമ്മെ തൻ്റെ സ്നേഹത്തിൽ വഹിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾക്കായി പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥത വഹിക്കുകയും ചെയ്യുന്നു എന്ന് ഈ തിരുവചനത്തിൽ നിന്ന് വ്യക്തമാണ്. ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് ഈ സത്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഉറപ്പിക്കാം. ഞാൻ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞ വിലയേറിയ രത്നമാണ്.
ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണാമയനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഇന്നത്തെ ഈ വിശുദ്ധ വചന സന്ദേശത്തിനായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങേക്ക് എത്രമാത്രം വിലപ്പെട്ടവരാണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ജീവിതത്തിൻ്റെ ഏകാന്തതയിലും വിഷമങ്ങളിലും ഞങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ലെന്നും അങ്ങയുടെ സ്നേഹപൂർണമായ ഹൃദയത്തിൽ ഞങ്ങൾക്ക് സ്ഥാനമുണ്ടെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജോലികളെയും ഞങ്ങളുടെ ആരോഗ്യത്തെയും ഞങ്ങളുടെ ഭാവി കാര്യങ്ങളെയും തമ്പുരാനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ സന്ദേശം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാ ഹൃദയങ്ങളിലും സമാധാനവും പ്രത്യാശയും സന്തോഷവും അവിടുന്ന് നിറയ്ക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ. ആമേൻ.